നമസ്കാരം. ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിലേക്ക്, നിരീക്ഷണം എന്ന് പറയുന്ന അതീവ പ്രസക്തമായ, നിങ്ങൾ കേൾക്കാത്ത, ആരും പറയാത്ത ഒരു വിഷയത്തിലേക്ക് ഇന്ന് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നിരീക്ഷണത്തിൻ്റെ, ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക്. വളരെ പ്രാധാന്യമുള്ള ഈ വിഷയം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇത് വേറെ ആരും പറയില്ല, പറഞ്ഞു തരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലായത് എത്രയോ ആളുകളോട് പറയാൻ പറ്റുന്നു അത്ര ആളുകളോട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയാൻ പോകുന്നത് യുദ്ധത്തെക്കുറിച്ചാണ്. വാർ, യുദ്ധമല്ല വാർ എന്നുള്ള ആ ഒരു വാചകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണം ആരംഭിക്കുന്നത്. യുദ്ധമല്ല വാർ. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് യുദ്ധമാണ് വാർ എന്നുള്ളത്. വാർ യുദ്ധമല്ല. യുദ്ധം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു കാര്യമാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ശരിയാകുന്നത്, പ്രകൃത്യാ ശരിയാകുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. പ്രകൃത്യ, കൃത്രിമമല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രകൃത്യാൽ കൃത്യമാകുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ധർമ്മത്തിനനുസൃതമായി നടക്കേണ്ട ഒരു കാര്യമാണ്, നടത്തേണ്ട ഒരു കാര്യമാണ്. വാർ അതല്ല. വാർ എന്ന് പറഞ്ഞാൽ അത് ആർക്കും എപ്പോഴും ആരോടും ചെയ്യാവുന്ന അർത്ഥരഹിതമായ അർത്ഥരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെയാകാമെന്നർത്ഥം. അർത്ഥരാഹിത്യം എന്ന് പറഞ്ഞാൽ മരണം വരെയാകാമെന്നർത്ഥം. അപ്പോൾ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥരാഹിത്യം ആകുന്ന, മരണമടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മൾ പൊതുവെ പറയുന്നത് വാർ എന്നാണ്. വാർ, that's the pronunciation of that particular English Christian word. War, W-A-R. അല്ല, ആറിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇല്ല, ആൽഫബറ്റ് പ്രൊനൗൺസിയേഷൻ. ഇറ്റ്സ് വാർ. ആ ഒരു പ്രത്യേക തരത്തിലാണ് അത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. വോം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചൂടാക്കൽ. വോം, അതിൽ ആദ്യത്തെ 3 ആൽഫബറ്റ്സ് നിങ്ങൾ എടുത്ത് നോക്കൂ. ദാറ്റ് ഈസ് W-A-R. War, warmth, W-A-R-M-T-H, warmth. Warm, W-A-R-M, warm. Warming up, W-A-R. അത് കഴിഞ്ഞിട്ട് പിന്നെ M-I-N-G വരുന്നുള്ളൂ. വാർമിംഗ് അപ്പ്. എന്താണെന്ന് മനസ്സിലാവേണ്ടത്? ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃത്രിമമായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ കൃത്രിമമായിട്ട് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അധർമ്മത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു കൃത്രിമ തട്ടിപ്പിൻ്റെ, നിരർത്ഥകതയുടെ പേരാണ് വാർ. നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ വാർ, W-A-R-M-I-N-G, ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെ. ഇംഗ്ലീഷ് ഭൂരിഭാഗം, അതായത് 145-146 കോടി ഭാരതീയർക്ക് അതിൽ 1% പോലും ഇംഗ്ലീഷ് കൃത്യമായ ധാരണയില്ല. അങ്ങനെ ധാരണയില്ലാത്ത ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലാംഗ്വേജിലാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ, IPC, CRPC എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ എല്ലാതും എഴുതുന്നത് അതിലാണത്രേ. ആർക്ക് വേണ്ടിയിട്ട് അത് എഴുതുന്നത് എന്നുള്ളത് മാറ്റി നിൽക്കട്ടെ. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ്
WAR. It's a sort of war, global warming is. ഒരു പ്രത്യേക തരം യുദ്ധം എന്ന് പറയാൻ നമ്മളെ മലയാളത്തിൽ പഠിപ്പിച്ചിട്ടുള്ള വാറാണ് ഗ്ലോബൽ വാർമിംഗ്. ആർക്കും അറിയില്ല എന്താണെന്നുള്ളത്. നമ്മൾ പറയുന്നു ആഗോളതാപനമൊന്നുമല്ല. ലോകം മുഴുവൻ തപിക്കുക എന്ന് പറയുന്നത്, ചൂടാവുന്നത് എന്ന് പറയുന്നത് ഒന്ന്, വാർമിംഗ് എന്ന് പറയുന്നത് വേറെ. ചൂടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ രീതിയിലാവുന്നതാണ്, ധാർമ്മികമായിട്ടാവുന്നതാണ്. വാർ എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വാർമിംഗ്. അതിൻ്റെ മെഷർമെൻറ്റ് കള്ളന്മാരുടെ കയ്യിലേ ഉള്ളൂ. ഗ്ലോബൽ വാർമിങ്ങിൽ നമുക്ക് ഭാരതീയർക്ക് അളക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റും ഇല്ല. കാരണം അളവ് പോലെ അല്ല മെഷർമെൻറ്റ്, അവിടെയും ദ്വിത്വം വരുന്നുണ്ട്, ദ്വൈതം വരുന്നുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് വേൾഡ് വാർ. പിന്നെ നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1939 മുതൽ 1944 വരെ നിന്നിട്ടുള്ള ഈ വാർ. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചത് ലോകമഹായുദ്ധം. ലോകവുമല്ല, മഹായുമല്ല, യുദ്ധവുമല്ല, പിന്നെന്താണിത്? കോളനി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറെ വെള്ളക്കള്ളന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാർ, അതായത് കൃത്രിമത്വത്തിൽ, അധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് നടത്തിയ തെമ്മാടിത്തത്തിൻ്റെ പേരാണ് വാർ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞു പോയിന്ന്. ഇത് കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ആരുടെയെങ്കിലും മെക്കെട്ട് ഇവർ കയറും, ചവിട്ടി വഴക്കുണ്ടാക്കും. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 1950 മുതൽ. കാരണം നിങ്ങൾ 1930 റിസഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 1930 അമേരിക്കൻ റിസഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1929, 30, 31, 32, 33 അങ്ങനെ അതൊക്കെ കാലത്ത് അമേരിക്കൻ റിസഷൻ. ഇതിൽ മൊത്തം ആളുകൾ കുളം തോണ്ടി, അമേരിക്കൻസ് അത് കുളം തോണ്ടി. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിപ്പിൻ്റെ പേരാണ് സെക്കൻഡ് വേൾഡ് വാർ. അതിനു മുമ്പ് ഒരു കാര്യവും ചെലവില്ലാതിരുന്നേർന്ന കുറേ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസ് ഉണ്ടാക്കിയ തട്ടിപ്പിൻ്റെ പേരാണ് ഫസ്റ്റ് വേൾഡ് വാർ. വാർ അധർമ്മം എന്നോർക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു. ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരാളെയൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഹിറ്റ്ലർ ഭീകരനാണ്, അയാൾ ഭീകരൻ, ഹിറ്റ്ലർ. ആരും നമുക്കൊന്നും ധാരണയില്ല. ഇവരൊക്കെ പറയുന്നുണ്ട് വലിയ കള്ളനാണെന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഭൂമിയിലുണ്ട്. ഹിറ്റ്ലറേക്കാളും കൂടുതൽ ആളുകൾ കൊന്നിട്ടുള്ള ആളാണ് സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ. അത് ഇവരെന്നെ കള്ളന്മാർ പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. ഇതിനേക്കാളും കൂടുതൽ ഇവർ കൊന്നിട്ടുള്ള ആ ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ കൊന്നിട്ടുള്ളതിനേക്കാളും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള കള്ളന്മാരാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ. ഭാരതത്തിൽ പട്ടിണിക്കിട്ട് കൊന്നു, ബംഗാളിലെ പട്ടിണിക്കിട്ട് കൊന്നു. ക്ഷാമം കൃത്രിമമായി, നമ്മൾ പറഞ്ഞു വാർ കൃത്രിമമാണത്, പ്രകൃതിയാൽ ഉണ്ടാവുന്നതല്ല. ഇവിടെ ആളുകൾ കൊയ്തുണ്ടാക്കുന്ന മുഴുവൻ ബംഗാളിൽ നിന്ന് ഒക്കെ കടത്തിക്കൊണ്ടുപോയി കള്ളത്തെമ്മാടികളായിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ബ്രിട്ടീഷുകാർ. ക്ഷാമത്തിൽപ്പെട്ടിട്ട് 10-60 ലക്ഷത്തോളം ആളുകൾ തട്ടിപ്പോയി. അതിനേക്കാൾ ഭീകരരൊന്നുമല്ല ഹിറ്റ്ലർ കൊന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ധാരണയില്ല. നിങ്ങളും ഇതുപോലെ കേട്ടിട്ടുള്ളതാണ്. സ്റ്റാലിൻ 60 ലക്ഷം പേരെ കൊന്നു, ഹിറ്റ്ലർ 45.25 ആളുകളെ കൊന്നു. നമുക്കറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ധാരണയില്ല, നമുക്കൊന്നും പോയി അന്വേഷിക്കാൻ സാധ്യമല്ല. ഇതാണ് വാർ അധർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ധർമ്മമില്ലാത്തത്, മൃത്യു അടക്കമുണ്ടാക്കുന്ന, മൃത്യുനാശം വിതയ്ക്കുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തട്ടിപ്പിൻ്റെ പേരാണ് വാർ. ഈ വാർ ഇപ്പം നമ്മൾ പറയാൻ കാരണം, ജോൺസൺസ് ടാർഗറ്റിൽ നമ്മൾ പ്രധാനമായി പറയാൻ കാരണം, ഇതാ വീണ്ടും ഒരെണ്ണം തുടങ്ങി വച്ചിരിക്കുന്നു. വീണ്ടും അവിടെ അമേരിക്കൻസ് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഇറാൻ ഇരിക്കുന്നുണ്ട്. ഇറാൻ്റെ പഴയ പേര് നിങ്ങൾക്ക് അറിയാം, പേർഷ്യ എന്നാണ്. പേർഷ്യ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കള്ളന്മാർ മാറ്റിയിട്ട് ഇറാൻ എന്നാക്കിയിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നോക്കുമ്പോൾ ഇറാൻ എന്നാണ് വരുന്നത്. അവൻ ഓടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ആരോ ഓടി. എന്തുകൊണ്ട് പേർഷ്യ എന്ന് പറയുന്നില്ല? ജയ എന്ന് ഇവർ എല്ലാവരും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഭാരത് എന്ന് പറയുന്നില്ല? ഇതുപോലെ എല്ലാവർക്കും ഇവർ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്.
പേര് മനസ്സിലായി കഴിഞ്ഞാൽ, യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ ആർക്കും വഴി വഴിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് പേര് മാറ്റുക. നിങ്ങളുടെ പേര് വിഷ്ണു എന്നാണെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റിയിട്ട് വൈഷ്ണോ, മിസ്റ്റർ വൈഷ്ണോർ എന്നുകൊണ്ട് അവർക്ക് തോന്നിയ പോലെ പറയാം. തൃശ്ശൂർ പേര് അവരുടെ നാവിൽ ഒതുങ്ങില്ല. അപ്പോൾ അതിന് തൃച്ചോർ. കണ്ണൂർ അവരുടെ നാവിൽ വഴങ്ങില്ല. അപ്പോൾ അവര് കാനനോർ. തിരുവനന്തപുരം ഒരിക്കലും നാവിൽ ഒതുങ്ങില്ല. കാരണം വിഷ്ണുവാണ് അവിടെ ശയിക്കേണ്ടത്. ഉടനടി ചോദിച്ചു പ്രാണ്ട്രം പ്രാണ്ട്രം, എല്ലാവരും പ്രാണ്ട്രം പ്രാണ്ട്രം. എന്ത് പ്രാണ്ട്രം? ഇതുപോലെ ഇവരുണ്ടാക്കുന്ന യുദ്ധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധമല്ല, ക്ഷമിക്കാം, വാർ ബിറ്റ്വീൻ ദ മയോറിക്കൻസ് ആൻഡ് ദ പേർഷ്യൻസ്. മെസപ്പൊട്ടേമിയൻസ് എന്ന് പറയുന്നതിന് അപ്പുറത്ത് നിങ്ങൾ തകർക്കണമെന്ന് നിങ്ങൾ കണ്ടു കുറച്ച് മുമ്പുള്ള വാറിൽ. ആരാണ് ഈ മെസപ്പൊട്ടേമിയൻസ്? മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന സംസ്കാര ദേശം ഏതായിരുന്നു? അത് ഇറാഖാണ്. നിങ്ങൾക്കറിയാം. അവിടെ സദാം ഹുസൈൻ്റെ സ്ഥലത്തേക്ക് കയറിയിട്ട് അവിടെ എന്താ പറയുക, വലിയ വലിയ അറ്റോമിക് ആയിട്ടുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നാ പറഞ്ഞത്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ മെക്കട്ടെ കയറി അവിടെയുള്ള നാഗരികതയെ മുഴുവൻ തകർത്തു, ആളുകളെ കൊന്നൊടുക്കി. എന്നിട്ട് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു. എല്ലാവരുടെ രാജ്യത്ത് കയറി അവരുടെ ആളുകളെയും സംസ്കാരത്തെയും തകർത്ത് കെട്ടിടങ്ങളെയും എല്ലാം തകർത്ത് കളഞ്ഞിട്ട് സദ്ദാം ഹുസൈൻ തൂക്കിക്കൊന്നു. ഗദാഫിയുടെ കാലത്തും അത് തന്നെയുണ്ടായത്. ആരൊക്കെ നല്ല രീതിയിൽ പോകുന്ന അവരെയൊക്കെ തകർത്ത് കുത്തുവാളടിപ്പിക്കും. അതിൻ്റെ പേരാണ് വാർ, അധർമ്മം എന്ന് പറയുന്നത്. അതാണ് ഇപ്പം വീണ്ടും പുതിയ രൂപത്തിൽ. കാരണം അമേരിക്കൻസിന് അവരുടെ വെപ്പൺസ് എന്ന് പറയുന്നത് സെൽ ചെയ്യണം. എന്ത് ചെയ്യണം? സെൽ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ യെൽ ചെയ്യും. യെൽ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക. സെല്ലിങ് ആൻഡ് മേക്കിംഗ് പീപ്പിൾ യെല്ലിങ്. സെൽ ആൻഡ് യെൽ. ഇതിൻ്റെ ഒരു ടെക്നിക്കാണ്. അങ്ങനെ ഈ പറയുന്ന വെപ്പൺസൊക്കെ ഇവരെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും ചെയ്യും. യുക്തിയൊന്നുമില്ല. അത് തട്ടിയത് ഇവനാണ്. അത് അവനെ അവിടെ മാന്തി, അവൻ ചൊറിഞ്ഞു. ആ ചൊറിഞ്ഞ വഴിക്ക് മറ്റവൻ അടിച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്തു? വേറെ 10 ആളുകളെ കൊന്നു. ഇതാണ് വാർ. അതൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പെട്ടെന്ന് രോഷം വന്ന് ഒരാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ പോലത്തെ ഒരു മനോരോഗിയായിട്ടുള്ള ഒരാൾ 10-50 പേരെ വെടിവെച്ചു കൊന്നു. ഇതാ വാറിൻ്റെ മിനിയേച്ചർ സ്ട്രക്ചർ. ചെറിയ സ്ട്രക്ചറാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ പിറകിൽ ഇറ്റ്സ് കോൾഡ് വാർ മെഷീൻ. ഇറ്റ്സ് കോൾഡ്. ഈ മെഷീൻ വലിയതാണ്. അത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷണലിസ്റ്റിൻ്റെ കയ്യിലുള്ള വലിയൊരു മെഷീനാണ്. അതങ്ങോട്ട് വരുന്നതോട് കൂടിയിട്ട് അവരുടെ രാജ്യത്തിൽ, അവരുടെ കോൺട്രികളിൽ മൊത്തം ജോലി സാധ്യത വന്നു. ബാക്കിയുള്ള നാഷൻസ് വന്ന രാജ്യങ്ങളിലൊന്നും അവരെയൊക്കെ പിച്ചെടുത്താലും കുഴപ്പമില്ല. അവർക്ക് അമേരിക്കൻസിന് ജോബ് കിട്ടി. അവിടെ മെഷീൻസിന്, ഇൻഡസ്ട്രീസിന് ഒക്കെ ജോബ് കിട്ടി. അവർക്ക് കണ്ടമാനം മണി കിട്ടി. ഇതിനു വേണ്ടി ഉണ്ടാക്കപ്പെടുന്നതാണ്. എന്താ പറയുക, നമ്മൾ സാധാരണ ഇവിടെ പറയാറുണ്ട്, മരോളുടെ കണ്ണീര് കണ്ടാലും വേണ്ടില്ല, ചക്കൻ തട്ടിപ്പോയാലും വേണ്ടില്ല, മരോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അതേപോലത്തെ അധർമ്മമായിട്ടുള്ള തെമ്മാടിത്തം കാണിക്കുന്ന ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡിൻ്റെ പേരാണ് വാർ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു കാരണമില്ല. കാരണം ഉണ്ടാക്കപ്പെടുന്നതാണ്, മീഡിയയിലൂടെ ഉണ്ടാക്കപ്പെടുന്നതാണ്. ഇത് മനുഷ്യരാശിക്ക് എതിരായിട്ടുള്ളതാണ്. ജീവിക്കുന്ന ജീവന് എതിരായിട്ടുള്ളതാണ്. മനുഷ്യന്, ധർമ്മത്തിന്, പ്രകൃതിക്ക് എതിരായിട്ടുള്ളതാണ് വാർ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആർക്കെതിരെ എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ആരാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കാം. ആർക്കെതിരെ ആയാലും ഇഫ് ഇറ്റ്സ് എ വാർ, അത് ഒരു വാർ ആണെങ്കിൽ തീർച്ചയായിട്ടും അധർമ്മമാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കത്തക്ക രീതിയിൽ ഒരു കാര്യവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല സാധാരണ രീതിയിൽ. അപ്പോൾ അത് കൃത്രിമമായിട്ടാണ് വാർ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കാം. വാർ എന്ന് പറഞ്ഞാൽ തട്ടിപ്പാന്ന് മനസ്സിലാക്കാം.
ലോകത്ത് നിങ്ങൾ എവിടെ കേട്ടാലും ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, മനസ്സിലാക്കി വയ്ക്കുക, വാർ ഈസ് അധർമ്മ. യുദ്ധം ധർമ്മവും വാർ അധർമ്മവുമാണ്. ഈ സത്യം മനസ്സിലാക്കി വയ്ക്കുക, ആളുകളോട് പറഞ്ഞു കൊടുക്കാം. സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് വന്നിട്ട് പറഞ്ഞു തരാം, അതിന് വിശദീകരണം തരാം. ഇതുവരെ ശ്രദ്ധിച്ചു കിട്ടിയിരുന്ന എല്ലാവർക്കും ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഈ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം.